തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലും അയൽവാസികൾക്കൊക്കെ അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുക. എന്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ല അടുപ്പുകളൊക്കെ ചെയ്ത് കൂടുതൽ നല്ല വർക്കുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. അങ്ങനെ നമ്മൾ ഇരിങ്ങാലക്കുട ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ടാണ് വർക്ക് ചെയ്യാനുള്ളത്. ഈ വീട്ടിലാണ് ചെയ്യാനുള്ളത്. ഇവിടെ ഗ്രാനൈറ്റും ടൈലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പണി തുടങ്ങുന്നതിൻ്റെ മുമ്പ് അടുപ്പ് ഫിറ്റ് ചെയ്യാമെന്ന് കരുതി. ഈ സ്ലാബിലാണ് ചെയ്യാനുള്ളത്. സ്ലാബ് കുറച്ച് വലുപ്പമുണ്ട്, എന്നാലും വൃത്തിയായിട്ട് ചെയ്യാമെന്ന് കരുതി. ഇത് നമ്മൾ പട്ടാമ്പിടുപ്പാണ് ചെയ്യുന്നത്. ഈ കാസ്റ്റിൻ്റെ ഡ്രം വെച്ചുകൊണ്ടാണ് അടുപ്പ് ഫിറ്റ് ചെയ്യുന്നത്. സാധാരണ എല്ലാ അടുപ്പിനും ഇഷ്ടികയാണല്ലോ ഉണ്ടാകുക. ഇത് ഉള്ളിൽ പൊട്ടിപ്പൊളാതിരിക്കാൻ വേണ്ടി കാസ്റ്റാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുപ്പ് വെച്ചതിൻ്റെ അളവും കാര്യമൊക്കെ ക്ലിയർ ആക്കിയാണ്ട് അടുപ്പ് ഫിറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കാസ്റ്റനൊക്കെ വെച്ചാണ്ട് നല്ല ഉറപ്പിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ സ്റ്റേ കെട്ടി ഹോൾസൊക്കെ അടിച്ച് അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ കാസ്റ്റനാണ്, അതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പൊളിയോ ഒന്നും ചെയ്യില്ല, നല്ല വൃത്തിയായിട്ട് കിടക്കും, ഒരുപാട് ലൈഫ് കിട്ടും. അപ്പോൾ ഉള്ളിൽ ബാക്കി ഭാഗത്തൊക്കെ കട്ടയൊക്കെ വെച്ചുകൊണ്ട് ബാക്കി മെറ്റലൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുപ്പ് കുറച്ചുകൂടി ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ സൈഡിൽ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ മെറ്റൽ ചൂടാകുമ്പോൾ അടുപ്പിന് കൂടുതൽ ചൂട് നിലനിൽക്കും. അങ്ങനെ ഏകദേശം അടുപ്പിൻ്റെ ഫസ്റ്റ് എയ്ഡ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളൊക്കെ തേച്ച് വൃത്തിയാക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ പരിക്കനൊക്കെ ഇട്ട്. അപ്പം ബാക്കിൽ മിക്ക ആൾക്കാരും ഗ്രാനൈറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പിൽ അടിയിൽ ടൈൽസിൻ്റെ പീസ് വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിനെക്കാട്ടിലും ടൈൽസിൻ്റെ പീസ് താഴ്ന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പുക റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിങ് ആക്കി വെച്ചിട്ടുള്ളത്. ഈ കട്ടിങ് അവിടെ മുകളിൽ ഗ്രാനൈറ്റിൻ്റെ ആ വലിയ ഗ്രാനൈറ്റിൻ്റെ പീസ് മാത്രമേ വെക്കാൻ പാടുള്ളൂ, അടിയിൽ ടൈൽസിൻ്റെ പീസ് വെക്കരുത്. അതിനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അടുപ്പിൻ്റെ ഫുള്ള് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പ് ഫിറ്റ് ചെയ്യണം. പൈപ്പ് ഇതുപോലെ എൻ്റെ പേരും നമ്പറും അച്ച് ചെയ്തൊരു മൂടിയാണ് അടുപ്പ് ബോക്സും ഉണ്ടാവുക. അതാണ് ഞങ്ങൾ ഗ്യാരണ്ടി പേപ്പറായിട്ട് ഞങ്ങൾ വയ്ക്കുന്നത്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ മുമ്പ് തലേ ദിവസം അല്ലെങ്കിൽ കത്തിക്കുന്നതിൻ്റെ മുമ്പോ ഇതിലൊരു പേപ്പർ കത്തിച്ചിട്ട് കണ്ട് ഇത് അടച്ചു വെക്കണം. എങ്കിൽ പൈപ്പ് എയർ ഒഴിവായെങ്കിലേ അടുപ്പ് ശരിക്കും കത്തുള്ളൂ. പൈപ്പ് വലിച്ച് അവിടുന്ന് ഉള്ളിൽ നിന്ന് പുക വലിക്കുമ്പോഴേ അടുപ്പ് ഉഷാറായിട്ട് കത്തുക. അങ്ങനെ ടൈൽസിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് നല്ല ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റും ടൈൽസൊക്കെ അവർ ടൈൽസിൻ്റെ പണിക്കാരാണ് ചെയ്തിട്ട് പിന്നെ എനിക്ക് വീഡിയോസ് വിട്ടുന്നതാണ്. അവർ പാലിയാച്ചിലൊക്കെ കഴിഞ്ഞു അടുപ്പ് ഉഷാറായിട്ട് കത്തുമൊക്കെ ചെയ്തപ്പോൾ അവർ എൻ്റെ വീഡിയോസൊക്കെ എനിക്ക് വിട്ടു തന്നതാണ്. നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. നല്ല കറുപ്പ് ഗ്രാനൈറ്റാണ് സൈഡിട്ടുള്ളത്. പിന്നെ പുള്ളി ടൈലൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതൊക്കെ മറ്റ് പല സൈറ്റുകളിലായിട്ട് ചെയ്തിട്ടുള്ളതാണ്.